തലപതി വിജയ്ക്ക് ജയ്. സീനാണ് ബ്രോ. ഇത് ഫോക്കസ് ചെയ്യും ബ്രോ, ഇത് ഫോക്കസ് ചെയ്യും. മെർസൽ 2014 തിരിച്ചുപോയി. അടിപൊളി. ഞങ്ങളെ ദളവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുപോലെ ആരംഭിക്കുകയാണ്. പീക്ക് എക്സ്പീരിയൻസ്. ഉത്സവപ്പുറമ്പായിരുന്നു. മൊത്തം ഡാൻസ് കളിയുമ്പോൾ തൊണ്ട എല്ലാം പോയി, അടിച്ചുപോയി. സീനാണ് ബ്രോ. ഇത് ഫോക്കസ് ചെയ്യും ബ്രോ, ഇത് ഫോക്കസ് ചെയ്യും. മെർസൽ സൂപ്പർ. ഒരു രക്ഷയില്ല. സീനായിരുന്നു. പണ്ടത്തെ വിജയ ഫാനെ തന്നെ കത്തിച്ചു. അടിപൊളിയായിരുന്നു. കത്തിച്ചു പുള്ളി. എക്സ്പീരിയൻസ് സെറ്റായിരുന്നു. ഒരു രക്ഷയില്ല. 2017 ദീപാവലി എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ അപ്പുറം വേറെ ലെവല്. ബർത്ത്ഡേ ഒരു രക്ഷയില്ല. എൻ്റെ മുന്നേ അണ്ണൻ തിരിച്ചു വന്ന വീലായിരുന്നു. ഇനി ലാസ്റ്റ് പടം കാണണം. ഇനി അറിഞ്ഞാൽ കാത്തിരിക്കണം. പടം അഡ്ലി എടുത്തതിൽ വെച്ച് അടിപൊളി പടം. 2017 അതേ വൈബ് തന്നെയാണ് ഇപ്പോഴും. കൊള്ളാം, അടിപൊളി സെറ്റ്. ഇന്നേ ഒരു റീ റിലീസ് എടുത്തതിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയത്. വിജയുണ്ട്, 3 വിജയ്. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഫാൻ ഷോ സ്പെഷ്യൽ സൂപ്പർ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. 2017 അപ്പുറം വേറെ എന്ത് പറയണം. വൻ ആഘോഷമായിരുന്നു. ഞങ്ങൾ 2014 തിരിച്ചുപോയി. അടിപൊളി. ഞങ്ങളെ ദളവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുപോലെ ആരംഭിക്കുകയാണ്. അന്ന് ഒരു മാറ്റവും ഇല്ല. സൂപ്പർ. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഞാൻ നേരത്തെ കണ്ടതാണ്, വീണ്ടും ബർത്ത്ഡേ കണ്ടു വന്നത്. നന്നായിരുന്നു. അന്ന് കണ്ടതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫസ്റ്റ് റിലീസ് ആകുന്ന സമയം +2 ആയിരുന്നു. അന്ന് പോകാൻ പറ്റിയില്ല. അന്ന് നന്നായി എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. കൊള്ളാം. അടിപൊളി സൂപ്പർ പടം. തലപതി വിജയ്ക്ക് ജയ്. പടക്കം എന്ന് പറഞ്ഞാൽ പടക്കം ഇതേപോലത്തെ പടക്കം വേറെ ഇല്ല. 2025 വിജയ് 2030 50 ആയാലും ഇത് തന്നെ. നമുക്ക് റീ റിലീസിന്റെ ഇതാണ് ഫാൻ ബേസ്. അപ്പോ പറയാനൊന്നുമില്ല. പീക്ക് എക്സ്പീരിയൻസ്. ഉത്സവപ്പുറമ്പായിരുന്നു. മൊത്തം ഡാൻസ് കളിയുമ്പോൾ തൊണ്ട എല്ലാം പോയി, അടിച്ചുപോയി. നൈസ്. രക്ഷയില്ല. പൊളി. റീ റിലീസ് അടിപൊളി ബ്രോ. അടിപൊളിയാ. പടം 7ാം ക്ലാസ്സിൽ അതിൻ്റെ ഒരു ദീപാവലി സമയം പോയി കണ്ടതാണ്. എന്താ പറയാൻ, 7ാം ക്ലാസ്സിൽ കണ്ട അതേ ഫീല്. എന്താ പറയാൻ, നമുക്ക് വർഷത്തിലേക്ക് ഒരു റിലീസ് കിട്ടിയാൽ അത് മതി. വിജയ് ഫാൻസിന് ആസ് എ വിജയ് ഫാൻ നമുക്കൊന്നും പറയാനില്ല. രോമാഞ്ചം അത്രേ ഉള്ളൂ.